ഹായ്, ഐ ആം പ്രിൻറ്റോ. അപ്പോൾ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയ ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ടിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റു പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷായി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ നോക്കി. ഹായ്, നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നോക്കി. ഫുള്ള് നിറച്ച് ക്യാമ്പിംഗ് ഗ്രൗണ്ട് ഫുള്ളായിരുന്നു. നമുക്ക് ജസ്റ്റിനാണ് ഇവിടെ നമുക്കൊരു സ്പേസ് ഇട്ടിട്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നേരത്തെ ഡിന്നറൊക്കെ വെച്ചൊരു 6 മണി 7 മണി ആകുമ്പോഴത്തേക്ക് ഒരു ഡിന്നർ കഴിക്കും. അതിങ്ങനെ നേരത്തെ കിടന്നുറങ്ങും. രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റിട്ട് ഓരോ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു. ഇപ്പോൾ രാവിലെ ഇപ്പോൾ 7:45 സമയം. കുറേ ആൾക്കാരൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്. തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പാക്ക് ചെയ്തിട്ട് അവരുടെ ആക്ടിവിറ്റീസിന് പോയേക്കുവാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ ക്യാമ്പിംഗ് ഗ്രൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്കിതുപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് തരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ ക്യാമ്പിംഗ് ഗ്രൗണ്ടിലും നമുക്ക് വണ്ടികൾക്കല്ല അവർ ചാർജ് ചെയ്യുന്നത്, പെർ ഹെഡിനാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ടടുത്ത് ഇതുപോലെ ടോയ്ലറ്റ്സ് ഉണ്ടാവും. അതിനകത്ത് കുളിക്കാനുള്ള സൗകര്യമുണ്ട്, വാഷ്റൂമുണ്ട്, അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിടാനുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. ഓരോരുത്തർ വന്നിരിക്കുന്ന വണ്ടിയുടെയൊക്കെ സൈസ് കണ്ടോ, ഇത്രയും വലിയ ഒരു വണ്ടികളാണ്. ഒന്ന് നമ്മുടെ പിക്കപ്പ് ട്രക്കാണ്, അതിന് തന്നെ അത്യാവശ്യം നല്ല വലുപ്പമൊന്നും ഇട്ടൊക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ട്രെയിലർ, മോട്ടോർ ഹോംസും ഉണ്ട്, ഓപ്ഷൻസ് RV. അവിടെ ബൈക്കിന് വന്ന് ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള വണ്ടികളാണ്. ഇത് ഇവിടെ ഭയങ്കര കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. ഇതാണ് അവരുടെ വീടിൻ്റെ അകമൊക്കെ കണ്ടോ, പ്രോപ്പർ ഒരു റൂം പോലെ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിൽ ചെന്നിട്ട് വേണം അപ്പനെ അമ്മനൊക്കെ ഈ വീഡിയോസ് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ലൈഫുണ്ട് ഇവിടെ. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഫുള്ള് ചെറുപ്പക്കാരൊന്നുമല്ല, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ബൈക്ക് ഓടിച്ചുകൊണ്ടുവന്നൊരു അപ്പാപ്പനെ നോക്കി, നല്ല ഏജ്ഡായിട്ടുള്ള ഒരു അപ്പാപ്പനാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു ഏജോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇതൊക്കെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ കൂടുതലും ചെറുപ്പക്കാരെക്കാളും കൂടുതൽ കാണാൻ പറ്റുന്നത് നല്ല പ്രായമുള്ള ആൾക്കാരെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് മമ്മീനെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിരിക്കണം, മമ്മീനെ അപ്പനെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അപ്പനമ്മയും മാത്രമല്ല ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും മക്കളും അവരുടെ പേരൻസിനെ അപ്പൂപ്പന്മാരെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അറിയാമല്ലോ, ഒരു റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ പറയുക, എല്ലാം തീർന്നു, ഇനി മുന്നോട്ട് എന്തെന്നുള്ള രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ഇപ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ കെട്ടിച്ചു വിടണം, കല്യാണം കഴിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിപ്പിക്കണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഭൂരിഭാഗം നമ്മുടെ പേരൻസിലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ചിന്തിച്ചാൽ എല്ലാവർക്കും ജീവിതമുണ്ട്, എല്ലാവരുടെയും ജീവിതം ഒരേപോലെ വാല്യൂ ഉള്ളതാണ്, അവരും എൻജോയ് ചെയ്യണം. അതൊക്കെ ഒന്ന് കാണണ്ടേ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വീടിൻ്റെ തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻ പോലും കാണാത്ത ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതമുണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയും കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ലൈഫ് സ്റ്റൈൽ വേറെ, ഇവിടെയുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ വേറെ. ഇവർ ഉള്ള ലൈഫ് ഒരു 60 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ലൈഫ് അടിച്ചു പൊളിക്കാൻ ഇറങ്ങുകയാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ 60 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഫുൾ സേവ് ചെയ്ത് ഏത് ഇൻഷുറൻസ് എടുക്കണം, എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുണ്ട്, അങ്ങനെയൊക്കെ പേടിച്ച് പറിച്ച് ജീവിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് വിചാരിക്കുന്നു. അതിൽ ട്രെയിലർ വലിക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലൊരു ബോട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ ചെറുപ്പക്കാരുകളല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്, ഇത് ചെറുപ്പക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പരിപാടികളല്ല. വേറെ അപ്പാപ്പനെ കണ്ടോ, പുള്ളിയൊക്കെ ഇവിടെ രാവിലെ പോലെ ഓരോ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈഫ് എൻജോയ് ചെയ്യുക. ഇതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.